ലിസ്റ്റിൻ ചേട്ടൻ എന്താ ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? ഇപ്പൊ നിവിൻ ധ്യാൻ ചിത്രം ഞാനും അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇത് ഇത്രയും ഫുൾ റിസ്കിൽ ഇപ്പം ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കിൽ ഒരു സിനിമ ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാനിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഭാര്യ അതുകൊണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കാതെ വിയറ്റ്നാം ടൂർ പോയേക്കാണ്. കാരണം നമ്മുടെ ഈ ടെൻഷൻസൊക്കെ ഇവൻ കണ്ടുകൊണ്ട് ആണെന്ന് തോന്നുന്നു. കാരണം ഒരു സിനിമ ഇറക്കിയിട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ പോലും പുറത്തേക്ക് വിടുന്നില്ല. അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് ലിജോ വിടുന്നത്. കാരണം അപ്പോൾ അതിൻ്റെ സസ്പെൻസ് പോകും. ഞാൻ ചോദിച്ചാൽ 1-ാം തീയതി ഇറങ്ങുമ്പോൾ ഇത് ഓൾറെഡി പോകുമല്ലോ, ഇപ്പോൾ 2 ദിവസം മുമ്പ് പോയാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? ഇല്ല, 2 ദിവസത്തോടെ വെയിറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ്. അപ്പം നിവിനും ഇതെല്ലാം കേട്ടോണ്ടിട്ടിരിക്കുകയാണ്. ഞാൻ അപ്പം നിവിനോടും പറഞ്ഞു, നിവിനെ ഇവൻ നമ്മളെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊരു സംശയമുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രസ് മീറ്റ് കൊടുക്കണം. അങ്ങനെ നിവിൻ പറഞ്ഞു ശരി, അപ്പം അങ്ങനെയാണ് ഒരു പ്രസ് മീറ്റ് തന്നെ നമുക്ക് വെക്കാമെന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇന്ന് പ്രസ് മീറ്റ് പോലും വെച്ചത്. അല്ലെങ്കിൽ ഇന്ന് മിനിങ്ങാതെ ഇറങ്ങിയ ടീച്ചറും കാണത്തില്ല, ഇന്നത്തെ പ്രസ് മീറ്റും കാണത്തില്ല. അപ്പം ചിലപ്പോൾ എനിക്ക് ഡൗട്ട് നാളെ കഴിഞ്ഞ് ചിലപ്പോൾ ഞാനും കാണത്തില്ല. ഉണ്ടായിരുന്നു ഒരു 1-2 മണിക്കൂർ ഒരു വിഗ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം പ്രിപ്പയർ ചെയ്തല്ലേ ഡിജു? ഒരു ദിവസം മൊത്തം ഏറ്റവും അലമ്പ് വിഗ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ അതിങ്ങനെ കുറേ ഇട്ട് ഞങ്ങൾ പലത് വെച്ച് പിന്നെ അത് സമയമെടുക്കും. ആ പ്രോസസ്സ് തന്നെ ഒരു 15-20 മിനിറ്റോളം അത് സെറ്റ് ചെയ്ത് അത് അങ്ങനെയൊക്കെ കുറച്ച് അല്ല, അങ്ങനെ ഭയങ്കര പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പടം. അങ്ങനെ കണ്ടറിയാതെ ടീസർ ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഷോട്ട് കണ്ടിട്ട് കാന്താര സിനിമയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റ്സ് അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചായിട്ട് ഇത്തരത്തിൽ കലാരൂപങ്ങൾ കാണുമ്പോൾ കാന്താര പോലുള്ള സിനിമകൾ ഇവിടെ ഈ ഫസ്റ്റ് അനൗൺസ്മെന്റ് ടീസറിൽ പറഞ്ഞല്ലോ ഇതൊരു പാൻ ഇന്ത്യൻ പരിപാടിയല്ല, ഇതൊരു സാധാ പരിപാടി. അപ്പോൾ ആ ഡിസിഷൻ ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നാണോ? ഇതൊരു ഇത്ര ലാംഗ്വേജസ് റിലീസ് ചെയ്യണ്ടായത്, മലയാളത്തിൽ തന്നെ എല്ലാവരിലേക്ക് എത്തണം ആ ഒരു കാര്യം? നമ്മളുടെ ഭാഷയിൽ കുറച്ചൊക്കെ ബാക്കിയുള്ളവർ കേൾക്കട്ടെ, നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മുടെ സിനിമ കാണട്ടെ എന്നുള്ള പർപ്പസ്ഫുൾ തീരുമാനം. അതിന് ഈ സിനിമ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളുടെ ഒരു ഇതെന്താന്ന് പറയുക, ഇപ്പോൾ നമ്മളിവിടെ നിന്ന് FM ഇപ്പോൾ വെച്ച് നോക്കിയാൽ നമ്മളൊരു അരമണിക്കൂറിലൊരു തമിഴ് പാട്ട് നമ്മൾ കേൾക്കും അല്ലേ? നീ ചെന്നൈയിൽ പോയിട്ടോ ബാംഗ്ലൂർ പോയിട്ടോ ഒന്ന് പ്ലേ ചെയ്യും, അവരുടെ ഭാഷയിൽ മാത്രമേ പാട്ടുകൾ കേൾക്കുള്ളൂ. നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവരാണ്. മലയാളിയുടെ ഏറ്റവും വലിയൊരു ഒരു ക്രെഡിറ്റാണ്, നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവരാണ്. ഒരു വേൾഡ് കപ്പ് സമയത്ത്, ഫുട്ബോൾ വേൾഡ് കപ്പ് സമയത്ത് 10-20 രാജ്യങ്ങളിലെ കൊടി ഉയരുന്ന ഒരു സംസ്ഥാനമാണ്, അങ്ങനെയുള്ളൊരു നാടാണ്. അപ്പോൾ ആ നാടിനെ, ആ മലയാളിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ മലയാളിയെ നമ്മൾ ഡബ് ചെയ്തിട്ട് കേൾക്കണോ, മലയാളിയെ നമ്മൾ വേറൊരു ഭാഷയിൽ ഡബ് ചെയ്യണോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ചോദ്യം. വേണ്ട, ഈ വർഷം നമ്മൾ പകർത്തുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളുടെ സിനിമയല്ലേ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്, നമ്മളുടെ സിനിമകളല്ലേ വെയിറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഭാഷ ബാക്കിയുള്ളവർ കേൾക്കട്ടെ, നമ്മളുടെ ഭാഷയിൽ തന്നെ കേൾക്കട്ടെ. ഈ മുണ്ടെടുത്ത് സൈക്കിളിൽ ഈ 2 പേര് പോകുന്ന, ലുങ്കി എടുത്ത് പോകുന്നത് ഇതായിരിക്കണം ഞങ്ങളുടെ ടീസർ എന്നും ഫസ്റ്റ് ലുക്ക് എന്നും, ഈ ഫസ്റ്റ് ലുക്ക് തന്നെ ലോകമെമ്പാടുമുള്ള സ്ക്രീനുകളിൽ വരണം എന്നും ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ തുടങ്ങിയത്. കാരണം ഇത് ലുങ്കി എടുക്കുന്നവൻ്റെയും മുണ്ടെടുക്കുന്നവൻ്റെയും സിനിമയാണ്. അതിനെ ഡബ് ചെയ്യണ്ട. പോലെ ആ കണ്ട വേർഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ടീസറിൽ കണ്ടത് തന്നെയാണ് സിനിമയിൽ. പ്രൊമോഷൻ മെറ്റീരിയലിൽ കണ്ടതൊക്കെ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവൻ്റെ രൂപവും ലുക്കും എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തേക്കണം റെപ്രസെൻറ്റിങ് ഒരു സാധാരണ മലയാളി. ഇത്രയുള്ളൂ.